ഗൈസ്, എൻ്റെ ബർത്ത്ഡേ വിട്ട് ഞാൻ ചെയ്ത് കഴിഞ്ഞു. ഞാൻ ചെയ്യിക്കാൻ പോന്ന ഞാൻ തേക്കാൻ പോണല്ലോ ഗൈസ്. ഫിദയുടെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് എൻ്റെ ഹെയറിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ ഗൈസ്. അത് കാണിക്കാൻ എനിക്ക് പറ്റിയില്ല. സോ ഇത് കഴിഞ്ഞിട്ട് ഫിദയുടെ ഉണ്ട്. ഞാൻ ചെയ്യിക്കാൻ പോവാണ്. ഞാൻ ഇതാണ് നിവ്യയുടെ കൊക്കോ നറിഷിംഗ് ബോഡി ലോഷൻ ആണ് ഗൈസ്. എല്ലാവരും നല്ല വൃത്തിക്ക് ഫിദ ഒരുക്കും കേട്ടോ ഗൈസ്. അത് ഫിദ സത്യമാണ് പറഞ്ഞത്. അതിന് ഞാൻ കള്ളമൊന്നും പറയുന്നില്ല ഗൈസ്. ബട്ട് ഫിദയുടെ കണ്ണെഴുത്താണ് ഗൈസ്. ആ കണ്ണെഴുതുമ്പോഴുള്ള സ്വാലും ആ സ്റ്റൈലും, അതാണ് മക്കളെ സ്റ്റൈലെന്ന് ഫിദ പറയത്തുള്ളൂ. ഫിദയ്ക്ക് വലുതാകുമ്പോൾ ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങണമെന്നാണ് ഗൈസ്. ഞാൻ കണ്ണ് ലൈറ്റായിട്ട് എഴുതും, ഡാർക്കായിട്ട് എഴുതും, വാലിടാൻ പോയപ്പോൾ വാലൊക്കെ ഇടും. അപ്പോൾ ഗൈസ് ഫിദയുടെ സ്കിൻ കെയർ തുടങ്ങാൻ പോകണം. വേഗം ടൈം പോകുന്നു. സ്കിൻ കെയർ തുടങ്ങാൻ പോവാണ്. നമുക്ക് തുടങ്ങാം. ബൈ ബൈ. അപ്പോൾ ഗൈസ് ഫിദ തേച്ചല്ല, നിങ്ങൾ നേരത്തെ കണ്ടല്ലോ. ഞാൻ എന്നാലും ഒന്നും തേക്കുവാണ് ഫിദ. തേച്ചില്ല, ഞാൻ ഇവിടെ ഫിദ മറ്റേ കയ്യിലാണ് ഗൈസ് നേരത്തെ തേച്ചത്. ഇപ്പം ഈ കൈക്ക് തേക്കുവാണ്. അത് മറ്റേ കൈ തേച്ചില്ലേ? മറ്റേ കൈ തേച്ചും മതി. അതല്ല നമ്മൾ ആദ്യം കാണിച്ചത്. അതുകൊണ്ട് ഇത് കയ്യിൽ തേക്കുന്നു. ഇതിൻ്റെ ഫേസ് ലുക്ക് കണ്ടോ ഗൈസ്? ഗൈസ് നല്ല മാറ്റം വരുന്നുണ്ട് കണ്ടോ? രണ്ട് കൈയുടെ വ്യത്യാസം. അതാണ് പറയുന്നത് നമ്മുടെ ഐശ്വര്യം. അപ്പോൾ ഗൈസ് നമ്മുടെ ഇത് കഴിഞ്ഞു. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കൊക്കോയുടെ നിവ്യയുടെ ന്യൂട്ട ഹെയർ ഷീ. ഇതൊക്കെ ഗൾഫിലെ കിട്ടും ഗൈസ്. ഫിദ വേഗം എനിക്ക് മുടി കാണിക്കാനുള്ളയാ. ഫിദയ്ക്ക് വാസലിന് ക്രീം തേക്കാൻ പറ്റത്തില്ല ഗൈസ്. കാരണം അത് എന്ത് സിറം കൊണ്ട് വരുന്നതായതുകൊണ്ട് അത് കൊച്ചു പിള്ളേർക്ക് ഇങ്ങനെ പറ്റത്തില്ല ഗൈസ്. നിങ്ങളുടെ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് ഗൈസ്. 7 വയസ്സിന് മുകളിലുള്ള പിള്ളേർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് വാസലിൻ അത് പിള്ളേർക്ക് മസ്റ്റായിട്ട് ചെയ്യണം കേട്ടോ ഗൈസ്. അവരുടെ ഐബ്രോയും ഐലാഷസും വളരെ നല്ല സഹായം തരുന്നൊരു പ്രൊഡക്റ്റാണ് കേട്ടോ ഗൈസ്. ഇതെനിക്ക് തേക്കാൻ പറ്റില്ല. അതും മറ്റേ വാസലിൻ്റെ അതും തേക്കാൻ പറ്റില്ല. കാരണം അത് മുഖത്ത് കുരി വരുന്നൊരു ടൈപ്പാണ്. സോ അത് തേക്കാൻ പറ്റും, എന്നാലും പറ്റത്തില്ല.